ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് സീരീസ് ഫിറ്റിംഗ് ഉണ്ട്, പിന്നെ മാറ്റ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്താണിന്ന് വരുന്നൊരു വണ്ടിയാട്ടാ, ക്രെറ്റ പുതിയ മോഡൽ 2020 മോഡൽ ക്രെറ്റ. അതിൻ്റെ 10 ഇഞ്ച് ഡിസ്പ്ലേ വെക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഓസണിയുടെ ക്യാമറ വെക്കുന്നുണ്ട്, പിന്നെ അതിൽ മാറ്റ് സീറ്റ് കവർ നമ്മൾ അടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം രണ്ട് വീഡിയോയിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ ബോറാകുമോ എന്നുള്ള ഡൗട്ടാണ് എനിക്ക്. എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ വെക്കാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ 2 ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ചെയ്യുന്നത് കോമൺ സ്പീക്കറാണ് ചെയ്യുന്നത്, JBL സ്പീക്കറാണ് ചെയ്യുന്നത്. ബാക്ക് കോവാക്സിൽ സ്പീക്കർ JBL ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ സാധനം കേട്ടോ നമ്മുടെ ക്രെറ്റ 220 വിൽക്കാൻ പോണത് കേട്ടോ. 10 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, വലിയ ഡിസ്പ്ലേ ആണ്, നല്ല ഫിനിഷിംഗ് ഉള്ള പാനലാട്ടോ, നല്ല ഫിനിഷിംഗ് ഉള്ള പാനലാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇത് ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. പുള്ളിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം, അല്ലെങ്കിൽ സർക്യൂട്ടായിട്ട് തന്നെ വേറെ തന്നെ വണ്ടിയിൽ വെച്ചതുണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്രെറ്റ 220 നമ്മൾ മാറ്റ് അടിച്ചിട്ടുണ്ട്, പിന്നെ സീറ്റ് കവർ ഡബിൾ ഫോം ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ചിങ് ഉള്ള ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്കും ഫുൾ ബ്ലാക്ക് സീറ്റ് കവറിൽ റെഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സീറ്റ് കവറാണ് നമ്മൾ ഇട്ടത്. നമ്മുടെ ക്രെറ്റ 220 വെക്കാൻ പോകണം, ഫ്രണ്ട് ഡോറിൽ വെക്കാൻ പോകുന്നത് കോമൺ സ്പീക്കറാണ്. നമ്മുടെ ഇത്തിരി പവറൊക്കെ കൂടിയൊരു സ്പീക്കറാണ് കോമൺ സ്പീക്കർ. കോവാക്സിൽ സ്പീക്കറിനെക്കാട്ടും ഇത്തിരി കൂടി നമ്മുടെ വൂഫർ ടൈപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പാണ് നമ്മുടെ കോമൺ സ്പീക്കർ എന്ന് പറഞ്ഞ സംഭവം. അത് വെക്കാൻ പോകുന്നത് JBL ആണ്. ബാക്കിൽ കോവാക്സിലും ഫ്രണ്ടിൽ കോമോണാണ് വെക്കുന്നത്. കോമോണിൻ്റെ പ്രത്യേകത ട്യൂട്ടറും ഉണ്ടാവും, പിന്നെ ഇത്തിരി കൂടി വാട്ട് ഉണ്ടാവും, വൂഫറായിരിക്കും, നല്ല പെർഫോമൻസ് ഉള്ളൊരു വർക്കിംഗ് ആയിരിക്കും ഈ കോമൺ സ്പീക്കറിന് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ JBL CS7 എന്ന് പറഞ്ഞൊരു ഐറ്റാണ് വരുന്നത്. നല്ല അത്യാവശ്യം നമുക്ക് വാട്ടും കാര്യങ്ങളുള്ള ID കിട്ടാനുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഐറ്റം തന്നെയാട്ടോ ഈ നമ്മുടെ CS7 എന്ന് പറഞ്ഞ ഒരു ഐറ്റം. അപ്പോൾ JBL-ൻ്റെയാണ്, ഈ കമ്പനി JBL ആണ്, നമ്മുടെ ഹർമൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ കോവാക്സിൽ സ്പീക്കറും ഈ ഹർമൻ്റെ തന്നെയാണ്, JBL തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം. കോവാക്സിൽ സ്പീക്കർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാണ് ബാക്കിൽ വെക്കുന്ന സ്പീക്കർ. ഇത് കോവാക്സിൽ സ്പീക്കർ വിത്ത് ട്യൂട്ടറുള്ള ടൈപ്പാണ്, ഇൻബിൽറ്റ് ട്യൂട്ടർ വരുന്ന ടൈപ്പ് കേട്ടോ. നമ്മൾ പൈസ ചിലവാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ സ്പീക്കർ എപ്പോഴും ഫ്രണ്ടിൽ വെക്കുക, ബാക്കിൽ ഒരു കോവാക്സിൽ സ്പീക്കർ വെക്കുക. എന്നാലാണ് അതിൻ്റെ വർക്കിംഗ് പക്കയായിട്ട് കിട്ടിയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് വെക്കാത്തൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഒരു ബേസ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ കോമൺ സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബേസ് കിട്ടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സ്പീക്കറിൽ ഫോക്കൽ കറക്റ്റായിട്ട് വരണേ, കാരണം ട്യൂട്ടർ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓർപ്പേഡിൽ നമ്മൾ ട്യൂട്ടർ വെച്ചിട്ടുണ്ട് നമ്മളിതിൽ ഉള്ളത്. അപ്പോൾ കറക്റ്റ് നമുക്ക് വർക്കിംഗ് കിട്ടും കോമൺ സ്പീക്കർ വെക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റിൽ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സെപ്പറേറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചാടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാസ് കാര്യങ്ങൾ കറക്റ്റ് കിട്ടുന്നത്. മെയിനായിട്ട് നമ്മുടെ സബ് വൂഫർ വെക്കാത്തൊരു വണ്ടിയിൽ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒരു ബാസ് കിട്ടണമെങ്കിൽ നമ്മുടെ കോവാക്സിൽ സ്പീക്കറിന് അതിനുള്ളൊരു പവറില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കോമൺ സ്പീക്കർ വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്യണം. കറക്റ്റ് ഫിറ്റ്മെൻറ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും, ഒന്നും പറയാനില്ല. എല്ലായിടത്തും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൊടകര ഷോപ്പിൻ്റെ അവിടെ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഇന്നലെയും മെഞ്ഞാന്നും നമ്മൾ ഷോപ്പ് അടച്ചിട്ടായിരുന്നു, ഇന്ന് തുറന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വെറുതെ ഇരിക്കായിരുന്നു വീട്ടിൽ. അപ്പോൾ നമ്മൾ ചെറിയൊരു മീൻപിടുത്തത്തിന് പോയി. സന്തോഷം കൊണ്ട് നിങ്ങളടുത്ത് പറയാണ്, ഒരു 5.5 കിലോൻ്റെ ഒരു രോഗ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ്, ഫിഷിംഗ് വീഡിയോ ആണെന്ന് വിചാരിക്കരുതില്ല, ചെറിയൊരു ക്ലിപ്പ് ഞാനുണ്ട്. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഇടേണ്ടതാണ്. അല്ലാണ്ട് ഫിഷിംഗ് വീഡിയോസ് ഇടുന്നത് സംബന്ധിച്ചല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രെറ്റ 220 ഇപ്പോൾ വരും. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
ഇത് നമ്മുടെ കൺവെർട്ടർ കേട്ടോ. ട്യൂട്ടറും ബേസും കൊടുക്കുന്നത് ഈ കൺവെർട്ടർ വഴിയാണ് കേട്ടോ. ഫിറ്റ് ചെയ്ത സ്പീക്കർ നമ്മളെ കോമൺ ആണ് സ്പീക്കർ. പിന്നെ ഈ ഏരിയയിലായിട്ടാണ് ട്യൂട്ടർ വയ്ക്കുന്നത്. ട്യൂട്ടറിന് വേണ്ടിയിട്ട് വലിച്ചിട്ട വയറാട്ടോ. ഒക്കെ കമ്പനി വയറിങ് പോലെ തന്നെ ചെയ്താണ് കേട്ടോ. സെപ്പറേറ്റ് ഒതുക്കിയാണ് വലിച്ചാണത്, അല്ലാണ്ട് ചാർജ് അത്ര വലിച്ചിട്ടില്ല. കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സെറ്റിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി 2 സ്ക്രൂ വയ്ക്കാനുണ്ട്. ഡോർ പേഡിൽ നമ്മുടെ കോമൺ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പേഡിലും അതിൻ്റെ കണക്ഷൻസൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കണക്ഷൻ കൊടുക്കാം. നമ്മളെ സ്റ്റീരിയോ വെച്ചതിന് ശേഷം. ഓക്കെ, ഇനിയിപ്പോൾ ബാക്ക് ഡോറിലും കൂടി സ്പീക്കർ വയ്ക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ക്രെറ്റയുടെ ഉൾഭാഗം ഇട്ടത് നമ്മുടെ സ്റ്റീരിയോ അതിൻ്റെ പാനൽസൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ സോക്കറ്റ് വരുന്നത് കേട്ടോ. ഇരിക്കാനായിട്ട് നല്ല സറൗണ്ടിങ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്യൂട്ടർ നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ലെവല് വെക്കാനായിട്ട്. നമ്മുടെ സ്പേസറിന് വേണ്ടിയാട്ടോ സാധനം. സ്പീക്കർ വൈബ്രേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റാണ്. നമ്മുടെ ഫ്ലൈവുഡ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൈബ്രേറ്റ് ആവും. വാട്ട് കൂടി സ്പീക്കറൊക്കെ കയറ്റുമ്പോൾ ഇങ്ങനത്തെ സാധനം കയറ്റും, വൈബ്രേറ്റ് ആവില്ല.
കറക്റ്റ് ഫിറ്റ്മെൻറ്റൊക്കെയാണ് 10 ഇഞ്ച് ഡിസ്പ്ലേ. ഇരുട്ടായതുകൊണ്ട് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നമ്മുടെ ട്യൂട്ടർ ഇടാം ഫോക്കിൽ കറക്റ്റാവാൻ നല്ല ട്രബിൾസ് കിട്ടാനായിട്ട് വെച്ച സാധനമാണ്. നമ്മുടെ കോമ്പോണൻറ്റ് സ്പീക്കറിനൊപ്പം വരുന്ന ഒരു ഐറ്റം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ രണ്ട് സ്പീക്കർ വെച്ചത്. അപ്പോൾ നമ്മുടെ ക്രെറ്റയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.